ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. പ്രീതം കോട്ടാൽ കേരള ബ്ലാസ്റ്റേഴ്സിനോട് ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് ചെന്നൈയിൻ FC പോയിരുന്നു. പകരം ബികാഷ് യുംനം ആയിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിരുന്നത്. കോട്ടാൽ ചെന്നൈക്ക് വേണ്ടി അരങ്ങേറ്റം നടത്തുകയും ചെയ്തിരുന്നു. റൈറ്റ് ബാക്ക് പൊസിഷനിൽ കളിച്ചുകൊണ്ട് മികച്ച പ്രകടനം അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മറ്റൊരു താരമായ രാഹുൽ KT ഒഡീഷയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ഒഡീഷയ്ക്ക് വേണ്ടി കളിക്കാൻ സാധിച്ചിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ക്ലോസ് അവിടെ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ക്ലോസ് പ്രീതം കോട്ടാലിന്റെ ഡീലിൽ ഉണ്ടോ എന്നുള്ള സംശയങ്ങൾ ആരാധകർ ഉന്നയിച്ചിരുന്നു. മാർക്കസ് മർഗുലാവയോട് ഇത് ചോദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ക്ലോസുകൾ ഒന്നും പ്രീതം കോട്ടാലിന്റെ ഡീലിൽ ഇല്ല എന്നാണ് മാർക്കസ് മർഗുലാവ് പറഞ്ഞിട്ടുള്ളത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ ചെന്നൈക്ക് വേണ്ടി കളിക്കാൻ പ്രീതം കോട്ടാലിന് സാധിക്കും എന്നാണ് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്ലാസ്റ്റേഴ്സ് അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ നാളെയാണ് കളിക്കുക. അതിനുശേഷമാണ് ചെന്നൈയിൻ FC-ക്കെതിരെയുള്ള മത്സരം കളിക്കുക. ജനുവരി 30-ാം തീയതിയാണ് ആ മത്സരം. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കാൻ പ്രീതം കോട്ടാൽ ഉണ്ടാകും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.